ദൈവത്തിന് നന്ദി എനിക്ക് ഈ വീഡിയോ ചെയ്യാൻ സാധിച്ചതിൽ. ഹായ് ഓൾ, ദിസ് ഇസ് രേവതി. വെൽക്കം ടു സേവർ ആൻഡ് സ്റ്റൈൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന കാര്യം എങ്ങനെ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരെ നമ്മുടെ ലൈഫിൽ നിന്ന് ഒരല്പം മാറ്റി നിർത്താം എന്നുള്ളതാണ്. അപ്പോൾ ഡയറക്റ്റായിട്ട് കാര്യങ്ങളിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നെഗറ്റീവായ ആൾക്കാർ പേഴ്സൺസിൻ്റെ കോണ്ടാക്റ്റ് ഉണ്ട്, നമ്മുടെ കോണ്ടാക്റ്റ് ലിസ്റ്റിലുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യുക എന്നതാണ്. നമ്മുടെ അടുത്ത ബന്ധം, റിലേഷൻ, വീട്ടിലുള്ളവർ അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അകന്നതായതും ഫ്രണ്ട്സോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും അല്ലേ. രണ്ടാമത്തെ കാര്യം, അവരുടെ നെയിം ചേഞ്ച് ചെയ്യാം. ഇപ്പം റിലേറ്റീവ്സൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, അവരുടെ നെയിം ചേഞ്ച് ചെയ്ത് ഇതൊരു ഡേഞ്ചറസ് സോണാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് പ്രിപ്പയർ ആവാനെങ്കിലും അറ്റ്ലീസ്റ്റ് സമയം തരാൻ നമ്മൾ എന്താ ചെയ്യുക, ബുദ്ധിപൂർവ്വം അവരുടെ പേരെയും മാറ്റി നീട്ടുക. തേർഡ് കാര്യം, കോൾ എടുക്കാതെ മെസ്സേജ് വഴി റിപ്ലൈ കൊടുക്കാൻ ശ്രദ്ധിക്കുക. കോൾ എടുത്ത് സംസാരിക്കുമ്പോഴാണ് ഡയറക്റ്റ് അറ്റാക്ക് അല്ലെങ്കിൽ നമുക്ക് മെൻ്റലായിട്ട് ട്രോമ തരുന്ന സംസാരങ്ങൾ, നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന സംസാരങ്ങൾ, അതിൽ നിന്ന് നമുക്കൊരല്പം മാറ്റം. നമുക്ക് മെസ്സേജ് വഴി ഇപ്പോൾ ബിസിയാണ് ഞാൻ, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ സംസാരിക്കാം എന്ന രീതിയിൽ സംസാരിക്കും. മൂന്നാമത്തെ കാര്യം, നമ്മുടെ പേഴ്സണലായിട്ടും നമ്മുടെ ഏറ്റവും സക്സസ്ഫുള്ളും സ്വീറ്റുമായിട്ടുള്ള നമ്മുടെ മൊമെൻറ്റ്സ് സ്റ്റാറ്റസ് ഇടുമ്പോൾ ഇത്തരക്കാരെ ഒഴിവാക്കി നിർത്തുന്നതാണ് നല്ലത്. അൺലിസ്റ്റ് ചെയ്യാമല്ലോ, അതാകും കുറച്ചുകൂടെ നല്ലത്. നാലാമത്തെ കാര്യം, തേടി പിടിച്ച് ഇത്തരക്കാരുടെ നടുവിലേക്ക് നമ്മൾ ചെല്ലാതിരിക്കുക. അവർ വന്ന് നമ്മളോട് സംസാരിച്ചില്ലെങ്കിൽ നമ്മൾ കുറച്ച് റിലാക്സ് ആയിട്ട് കരുതുക. അവർ വന്ന് സംസാരിച്ചില്ലല്ലോ എന്ന വിഷമത്തിൽ തേടി പിടിച്ച് സംസാരിക്കാൻ ചെല്ലാതിരിക്കുക. ചിലർക്ക് നമ്മൾ അവൈലബിൾ ആകാതിരിക്കുന്നതാണ് ബുദ്ധി. അവർ വന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ ബിസിയാണെന്ന് കാണിക്കുകയോ അല്ലെങ്കിൽ അത്തരം സിറ്റുവേഷൻ മാനിപ്പുലേറ്റ് ചെയ്യുകയോ ചെയ്യാം. ഫോണെടുത്ത് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ ബിസിയാണ്, അല്പസമയത്തിന് ശേഷം അങ്ങോട്ട് വിളിക്കാം എന്ന് ഒരു പാഴ്വാക്കെങ്കിലും പറഞ്ഞ് ഒഴിവാക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അവരുടെ സംസാരത്തിൽ നിന്ന്, അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നാണ് അവരിങ്ങനെ സംസാരിക്കുന്നതെന്ന് നമ്മൾ മനഃപൂർവ്വം ചിന്തിക്കുക. ഇത് അവരുടെ എന്തെങ്കിലും നന്മയ്ക്ക് വേണ്ടിയിട്ടല്ല, നമുക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്. താങ്ക് യു ഓൾ. ഇത്രയും നേരം കേട്ടിരുന്ന എല്ലാവർക്കും 1000 നന്ദി. താങ്ക് യു.